കാട്ടിൽ നിന്നും കിട്ടിയ മുയലിനെ ചേട്ടനെയും ചേച്ചിയും കാണിക്കാനായിട്ട് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി വന്ന 10ാം ക്ലാസ്സുകാരൻ. അവൻ നോക്കുമ്പോൾ വീട്ടിൽ ആരെയും കാണാനില്ല. ഒരു മുറി അടഞ്ഞു കിടക്കുകയാണ്. അവൻ ആ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ കണ്ണും പൊത്തി ഓടി. എന്താണ് ആ കുട്ടി അവിടെ കണ്ട ആ കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. തമിഴ്നാട്ടിലെ വിളിപ്പൂർ പ്രദേശത്തിനടുത്തുള്ള അയൺകുഞ്ചരം എന്ന ഗ്രാമത്തിലാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവകുമാർ എന്ന 15-കാരൻ താമസിച്ചിരുന്നത്. അവൻ പഠിത്തത്തിൽ മിടുക്കനായിരുന്നു. പഠിത്തം കഴിഞ്ഞാൽ പിന്നെ അവനുള്ള ഏക ഹോബി എന്ന് പറഞ്ഞാൽ ഈ മുയൽ പിടിക്കലാണ്. വീടിനടുത്തുള്ള ഒരു ചെറിയ കുറ്റിക്കാട്ടിൽ പോയി ശനി ഞായർ ദിവസങ്ങളിൽ, അന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് ആ ദിവസങ്ങളിൽ പോയി മുയൽ പിടിക്കുന്നത് ശിവകുമാറിന് ശീലമായിരുന്നു. ശിവകുമാറിന് 2 സഹോദരങ്ങളാണുള്ളത്. ഒന്ന് 21 വയസ്സുകാരൻ ശരത്കുമാറും 18 വയസ്സുകാരി സൗന്ദര്യയും. ഇവർ 2 പേരും കോളേജിൽ പഠിക്കുകയാണ്. അച്ഛൻ വിദേശത്ത് വർഷങ്ങളായി ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. വർഷം തോറും അയാൾ നാട്ടിൽ വന്ന് ഭാര്യയും മക്കളെയും കണ്ടിട്ട് പോകും. ഭാര്യയായ ശൈലജ വീട്ടുകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അവർക്ക് ആകെയുള്ള ഒരു പ്രധാന വിനോദം എന്ന് പറയുന്നത് അപ്പുറവും ഇപ്പുറവും പോയി കുറച്ചു നേരം സംസാരിക്കുക, പിന്നെ അമ്പലങ്ങളിൽ പോകുക, ഇതൊക്കെയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കവെയാണ് ഒരു ദിവസം കാട്ടിൽ മുയൽ പിടിക്കാൻ പോയ ശിവകുമാർ തിരിച്ചു വരുന്ന സമയം കഴിഞ്ഞിട്ടും അവൻ വീടെത്തിയില്ല. ഇവനെയും കാത്ത് അമ്മ ശൈലജ വീട്ടുമുറ്റത്ത് തന്നെ ഇരുന്നു. നേരം പോകവേ അവർക്ക് ഭയം കൂടി. അമ്മയുടെ വിഷമം കണ്ട് ശരത്കുമാർ അമ്മയെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അവൻ മുയൽ പിടിക്കുന്നതിന്റെ പിറകെ പോയത് കാരണം നേരം പോയത് അവൻ ശ്രദ്ധിച്ചു കാണില്ല, കുറച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചിങ്ങ് വരും എന്നൊക്കെ ശരത്കുമാർ പറയുന്നെങ്കിലും ശൈലജയ്ക്ക് ആകെ ഭയം കൂടി വന്നു. ഇരുട്ട് വീണതോടെ ശൈലജ ബന്ധുക്കളോടും ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാരോടുമൊക്കെ കാര്യം പറഞ്ഞിട്ട് അവരെ എല്ലാവരെയും കൂട്ടി ആ കാട്ടിലേക്ക് അന്വേഷിക്കാനായി പോവുകയാണ്. കാട്ടിൽ പാമ്പും മറ്റ് വന്യമൃഗങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ശിവകുമാറിന് എന്തെങ്കിലും ആപത്ത് പറ്റി കാണുമോ എന്ന ഒരു ഭയവും ഇല്ലാതില്ല. കാട്ടിൽ പോയി ആൾക്കാരെല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഉൾക്കാട്ടില് ഒരു മരത്തിന് ചുവട്ടില് ശിവകുമാർ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. നോക്കുമ്പോൾ ശിവകുമാറിന്റെ കഴുത്തറുത്ത നിലയിൽ രക്തത്തിൽ കുളിച്ചാണ് അവൻ കിടക്കുന്നത്. എല്ലാവരും ഞെട്ടിപ്പോയി. ആൾക്കാർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയ ശേഷം ഒരു കാര്യം ഉറപ്പിച്ചു, ഇത് നരബലി തന്നെയെന്നും. കാരണം ഉൾക്കാട്ടില് ഈ നരബലി നടക്കുന്ന കാര്യം കുറച്ച് വർഷം കൊണ്ടേ ഗ്രാമവാസികൾക്കിടയിൽ ഒരു സംസാരമായിരുന്നു. ശിവകുമാറിന് സംഭവിച്ചതും ആ ദുരന്തം തന്നെയെന്ന് ഉറപ്പായി. നരബലി നടക്കുന്ന വിവരം പോലീസിനോട് ഗ്രാമവാസികൾ മുൻപേ കംപ്ലൈന്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കാട്ടിലേക്ക് ആരും പോകരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡും കൊണ്ട് സ്ഥാപിച്ചിരുന്നു. അതെല്ലാം ഇരുന്നിട്ടാണ് ഈ കുട്ടി മുയൽ പിടിക്കാൻ ഈ കാട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. ശിവകുമാറിന്റെ ഈ മരണത്തില് ശൈലജയും മക്കളും ആകെ തകർന്നു. വിവരം പറഞ്ഞ് അച്ഛൻ നാട്ടിലെത്തി. ശിവകുമാറിന്റെ ബോഡി ഓട്ടോപ്സിക്ക് കൊണ്ടുപോവുകയാണ്. അതിനു മുന്നായിട്ട് തന്നെ പോലീസ് ഈ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അന്ന് നടന്നതിനെ പറ്റി. പോലീസ് ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ തലപുകഞ്ഞു നിൽക്കുകയാണ്. കാരണം ഓട്ടോപ്സി റിപ്പോർട്ടും കൂടെ വരണമല്ലോ. അപ്പോഴാണ് ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വരുന്നത്. പക്ഷെ ആ റിപ്പോർട്ടിൽ പോലീസിന് പിടിവള്ളിയായ ഒരു തെളിവും ഇല്ല. കാരണം ആകെ അതിൽ പറയുന്നത് ഒരു ചെറിയ ഷാർപ്പായ വെപ്പൺ വെച്ച് കഴുത്തറത്താണ് കൊല ചെയ്തിരിക്കുന്നത്. മണിക്കൂറുകളോളം രക്തം വാർന്നാണ് കുട്ടി മരിച്ചിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. പോലീസ് ഇതിൽ ചെയ്യാനാകെ നോക്കിയത് സ്നിഫർ ഡോഗിനെ കൊണ്ടുവരിക എന്നതാണ്. സ്നിഫർ ഡോഗ് വന്ന് കാട്ടിൽ ബോഡി കിടന്ന സ്ഥലം പരിശോധിച്ച ശേഷം ആ ഡോഗ് നേരെ ഓടിയത് ശിവകുമാറിന്റെ വീടിന്റെ മുന്നിലാണ്. വീടിന്റെ മുന്നിലെത്തിയ സ്നിഫർ ഡോഗ് വീട്ടിനകത്തേക്ക് കയറി നേരെ അടുക്കളയിലേക്ക് ഓടി. അവിടെ നിന്നും ഒരു കത്തി ഈ ഡോഗ് മണപ്പിച്ചു. വീട്ടുകാർ പോലും അറിയാതെ പോലീസ് ആ കത്തി എടുത്തു മാറ്റി. അതിനുശേഷം ഇത് ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയാണ്. ഇതിനിടയ്ക്ക് ശിവകുമാറിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടും കേസിൽ ഒരു പുരോഗതിയും ഇല്ലെന്നും പറഞ്ഞ് ഗ്രാമവാസികളൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. 5 ദിവസം കഴിഞ്ഞതും ഗ്രാമവാസികളും ശിവകുമാറിന്റെ വീട്ടുകാരും ഞെട്ടുന്ന സംഭവമാണ് അവിടെ പിന്നെ കാണുന്നത്. അതായത് പോലീസിന്റെ ഒരു സംഘം തന്നെ ശിവകുമാറിന്റെ വീട്ടിലേക്ക് കയറി ശരത്കുമാറിനെ പൊക്കുകയാണ്. ഇത് കണ്ട് ശൈലജ പോലീസിനോട് ചോദിച്ചു,
നിങ്ങൾ എൻ്റെ മകൻ്റെ മരണം അന്വേഷിക്കാൻ വന്നിട്ട് എൻ്റെ മൂത്ത മകനെയാണല്ലോ കൊണ്ടുപോകുന്നത്. ഇതെന്ത് ന്യായമാണ് എന്ന് അവരിങ്ങനെ പൊട്ടിത്തെറിച്ച് ചോദിക്കുകയാണ്. ഗ്രാമവാസികളും പോലീസിന് നേരെ തിരിഞ്ഞു. പോലീസ് പറഞ്ഞതെന്തെന്നാൽ, ഒരു കേസ് അന്വേഷിക്കണമെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരെയും കൊണ്ടുപോയി ചോദ്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ശരത് കുമാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് വിട്ടയക്കാം എന്ന് പറഞ്ഞിട്ട് പോലീസ് ശരത് കുമാറിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ശരത് കുമാറിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആദ്യമൊന്നും ശരത് കുമാർ പോലീസുമായിട്ട് സഹകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ പോലീസ് അപ്പോഴാണ് ഒരു കാര്യം അവനോട് പറഞ്ഞത്. സ്നിഫർ ഡോഗ് അവിടെ നിന്നും എടുത്ത കത്തി ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചതിന്റെ റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ കണ്ടെത്തിയത് ശിവകുമാറിന്റെ രക്തക്കറയാണ്. അതുമാത്രമല്ല, ആ കത്തിയുടെ പിടിയിൽ നിന്റെ വിരലടയാളവും ഉണ്ട് എന്നാണ്. ഇത് കേട്ട് ശരത് കുമാർ ആകെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. പിന്നെ രക്ഷയില്ല എന്ന് കണ്ട് അവൻ പറഞ്ഞു, അതെ, ഞാനാണ് എൻ്റെ അനിയനെ കൊന്നത്. എപ്പോഴും എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നത് അവനൊരു ശീലമാണ്. അതുകൊണ്ട് ആ ശല്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സമയത്തെ ദേഷ്യത്തിൽ ഞാൻ തന്നെയാണ് അവനെ കൊന്നത്. പക്ഷേ ഇത് പോലീസ് വിശ്വസിച്ചില്ല. കാരണം ഒരു ചെറിയ കാര്യത്തിനാണ് ഈ ഒരു കൊല നടത്തിയെന്നുള്ള ശരത് കുമാറിൻ്റെ മൊഴി പച്ചക്കള്ളമാണെന്ന് പോലീസിന് മനസ്സിലായി. ശരത് കുമാറിനെ അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് അവൻ യഥാർത്ഥ കാരണവും നടന്ന സംഭവവും എല്ലാം പറയാൻ തുടങ്ങിയത്. സംഭവം ഇങ്ങനെയാണ്. ശരത് കുമാർ കോളേജിലാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത്. കോളേജിലെ ചില കൂട്ടുകെട്ടിൽപ്പെട്ട് ശരത് കുമാർ ചില ദുശീലങ്ങളൊക്കെ തുടങ്ങി. അതിലൊരു ദുശീലമാണ് അശ്ലീല വീഡിയോകൾ കാണുന്നത്. വീട്ടിൽ വന്നാൽ മുറിയടച്ചിരുന്ന് പോൺ വീഡിയോകൾ കാണുന്നത് ഇവന് പതിവായിരുന്നു. ഇങ്ങനെ പോകവെയാണ് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയമ്മയിൽ ഇവൻ്റെ കണ്ണുപെടുന്നത്. അതായത് അമ്മയുടെ അനിയത്തി. പ്രായമോ സ്ഥാനമോ ഒന്നും നോക്കാതെ ഒരു ദിവസം ചെറിയമ്മയോട് ഇവൻ മോശമായി പെരുമാറാൻ തുടങ്ങി. ശരത് കുമാർ അവരുടെ നേരെ കൈ വച്ചത് അവരാദ്യം ദേഷ്യത്തോടെ നോക്കിയെങ്കിലും പിന്നീട് തട്ടിവിലക്കേണ്ട ആ ചെറിയമ്മ തന്നെ അവന് കമ്പനി കൊടുക്കുകയാണ് ചെയ്തത്. 45 വയസ്സായ ചെറിയമ്മ മകൻ്റെ സ്ഥാനത്തുള്ള 21കാരനുമായിട്ട് വഴിവിട്ട ഒരു ബന്ധം അങ്ങനെ തുടങ്ങി. ഒരു ദിവസം ശൈലജയും കുട്ടികളും ഒന്നുമില്ലാതിരുന്ന സമയത്ത് ശരത് കുമാർ ചെറിയമ്മയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവർ അങ്ങനെ ശരത് കുമാറിൻ്റെ മുറിയിൽ ഒന്നായിരുന്ന സമയത്താണ് ശരത് കുമാർ പ്രതീക്ഷിക്കാത്ത 2 കണ്ണുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് മറ്റാരുമല്ല, ശരത് കുമാറിൻ്റെ അനിയത്തി സൗന്ദര്യയായിരുന്നു. സൗന്ദര്യ വീട്ടിൽ ആ സമയത്ത് കയറി വരുമെന്ന് ശരത് കുമാറും ചെറിയമ്മയും തീരെ പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഇത് കണ്ട സൗന്ദര്യ ഇതൊന്നും പ്രതീക്ഷിച്ചതുപോലെ അമ്മയോട് പറഞ്ഞതുമില്ല. 2 ദിവസം കഴിഞ്ഞതും സൗന്ദര്യ ശരത് കുമാറിനോട് പറയുകയാണ്, ചേട്ടനും ചെറിയമ്മയും തമ്മിലുള്ള എല്ലാം ഞാൻ കണ്ടു. എനിക്കറിയാം. ചേട്ടൻ വൃത്തികെട്ട വീഡിയോകൾ കാണുന്നതും എനിക്ക് നേരത്തെ അറിയാം. ഞാൻ പോയി അമ്മയോട് ഇതൊക്കെ പറയട്ടെ എന്ന് ചോദിച്ചതും ശരത് കുമാർ സൗന്ദര്യയെ സംസാരിച്ച് വശത്താക്കി കയ്യിലെടുത്തു. അത് മാത്രമല്ല, അവൻ ചെയ്തത് സ്വന്തം സഹോദരിക്ക് ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ക്ഷണനേരം കൊണ്ട് അവന് മനസ്സിലായി. അത് മനസ്സിലാക്കിയ അവൻ സ്വന്തം അനിയത്തിയുമായും തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയാണ്. സൗന്ദര്യയും ശരത് കുമാറും ചെറിയമ്മയും ഒരു കെട്ടായിട്ട് ഇവരുടെ ഈ ഒരു സഞ്ചാരവും ഒരു പ്രവൃത്തികളും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്നു. ഇവർ 3 പേരും തമ്മിലുള്ള പരിപാടികളെല്ലാം ആ വീട്ടിൽ ശരത് കുമാറിൻ്റെ മുറിയിലാണ് നടക്കുന്നത്. പക്ഷേ ഇതൊന്നും ശൈലജ അറിഞ്ഞില്ല. ആ സ്ത്രീ അയലത്തെ വീട്ടിൽ പോയിരിക്കുകയും അമ്പലങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് വീട്ടിനകത്ത് നടക്കുന്നതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. മാത്രവുമല്ല, സ്വന്തം മക്കളെയോ സ്വന്തം അനിയത്തെയോ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയും ചെയ്തിട്ടില്ല. അതാണ് ശരിക്കുള്ള വാസ്തവം. എന്നാൽ ഈ ഒരു തെറ്റ് എന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് ഇവർ കരുതിയില്ല. ഒരു തെറ്റ് ഒരിക്കലും ഒരുപാട് വർഷത്തേക്കൊന്നും മൂടിവെക്കാൻ പറ്റില്ല എന്നതിന് തെളിവാണ് ഈ സംഭവം. കാട്ടിൽ നിന്നും പിടിച്ച മുയലിനെ ചേട്ടനെ കാണിക്കാനായിട്ട് ഓടി വന്ന ശിവകുമാർ ചേട്ടൻ്റെ മുറി തള്ളി തുറന്ന് കയറിയപ്പോൾ കണ്ടത് ചേച്ചിയും ചേട്ടനും തമ്മിൽ അരുതാത്ത നിലയിൽ കിടക്കുന്നതാണ്. ഇത് കണ്ട് ശിവകുമാർ ഞെട്ടിപ്പോയി. അവൻ അവിടെ നിന്നും ഇറങ്ങി ഓടി. അതിനുശേഷം ശൈലജ പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു. ശിവകുമാർ ചേട്ടനോട് പറഞ്ഞു, ഇനി ഇത് ആവർത്തിക്കരുത് ചേട്ടാ, അത് നമ്മുടെ സഹോദരിയാണ്. ഇത് തന്നെയാണ് അവൻ ചേച്ചിയോടും പറഞ്ഞത്. അത് നമ്മുടെ ചേട്ടനാണ്. ചേച്ചി ഈ തെറ്റിനി ആവർത്തിക്കരുത്.
ഇപ്പോൾ ഞാനിവിടെ കണ്ടതൊന്നും അമ്മയോട് പറയുന്നില്ല. ഇനി നിങ്ങളിത് ആവർത്തിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ശരത്കുമാർ ചെറിയമ്മയോടും ശിവകുമാർ കണ്ടതും പറഞ്ഞതുമെല്ലാം അറിയിക്കുകയാണ്. അവർക്കാകെ ഒരു സമാധാനം അപ്പോൾ തോന്നുകയാണ്. കാരണം താനുമായുള്ള ഒന്നും അവൻ കണ്ടില്ലല്ലോ എന്നതായിരുന്നു ആ സ്ത്രീയുടെ മനസ്സിൽ. എന്നാൽ ശിവകുമാറിൻ്റെ ശ്രദ്ധ തങ്ങളിലുള്ളതും ഇവൻ എന്നും ഒരു ഭീഷണിയാവുമെന്നതും ഇവർക്ക് 3 പേർക്കും ഒരു ഡിസ്റ്റർബായിരുന്നു. പഴയതുപോലെ കാര്യങ്ങളൊന്നും ശിവകുമാർ കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിൽ ഇവർക്ക് 3 പേർക്കും കൂടി ആകെ ഒരു അസ്വസ്ഥത തുടങ്ങുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടി ശിവകുമാറിനെ ഒതുക്കാനുള്ള പ്ലാനുകൾ ആലോചിക്കാൻ തുടങ്ങി. സൗന്ദര്യയും ചെറിയമ്മയും ശരത്കുമാറിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ അവനെ ഇങ്ങനെ വിട്ടാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അവനെ പേടിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാളും അവനെ അങ്ങ് ഇല്ലാതാക്കുന്നതാണ് നമുക്ക് 3 പേർക്ക് നല്ലത്. ഇത് കേട്ട ശരത്കുമാർ അനിയനായ ആ 15-കാരനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ആ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 2019 ജൂലൈ 28 ശിവകുമാറിൻ്റെ ഒപ്പം മുയൽ പിടിക്കാൻ താനും വരുന്നുവെന്ന് പറഞ്ഞ് ശരത്കുമാർ കൂടെ പോവുകയാണ്. ചേട്ടനും തൻ്റെ ഒപ്പം കൂടിയതിൽ ആ 15-കാരൻ വളരെയേറെ സന്തോഷിച്ചു. അങ്ങനെ മുയൽ പിടിക്കാനായിട്ട് ഇവർ ഒരുമിച്ച് കാട്ടിലേക്ക് കയറുകയാണ്. അപ്പോഴാണ് ശരത്കുമാർ പറയുന്നത് മുയലിനെ പിടിക്കാനുള്ള കൂടുണ്ടാക്കാൻ. അങ്ങനെ ചേട്ടൻ പറഞ്ഞത് പ്രകാരം കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കവേ പിന്നിൽ കൂടെ ചെന്നിട്ട് ഈ ശരത്കുമാർ ഒരു കത്തിയെടുത്ത് ശിവകുമാറിൻ്റെ കഴുത്തങ്ങ് അറക്കുകയാണ്. രക്തത്തിൽ പിടഞ്ഞ് ജീവനെ തുടിച്ചുകൊണ്ടിരുന്ന അനിയനെ അവിടെ തള്ളിയിട്ട് കാമം തലയ്ക്ക് പിടിച്ച് അവൻ വീട്ടിലേക്ക് പോയി. ആ കാട്ടിൽ ആരും അധികം പോകാത്തത് കൊണ്ട് ആരുടെ ശ്രദ്ധയിലും ഇത് പെട്ടതുമില്ല. ഈ കേസിൽ ശരത്കുമാറിന് ജീവപര്യന്ത ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഇവന് കൂട്ടുനിന്ന സൗന്ദര്യയ്ക്കും ചെറിയമ്മ എന്ന ആ സ്ത്രീക്കും കോടതി 5 വർഷം വീതം ശിക്ഷ വിധിച്ചു. ഒരുപക്ഷെ കണ്ട കാര്യങ്ങളൊക്കെ അന്ന് അമ്മയോടോ അച്ഛനോടോ ഇവൻ അറിയിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ആ ഒരു ചേട്ടനും ചേച്ചിക്കും വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മറച്ചതാണ് അവൻ്റെ ജീവൻ പോലും ഇന്ന് നഷ്ടപ്പെടാൻ കാരണമായത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.